ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം 2-3 കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തുകൊണ്ട് പഞ്ച് എടുത്തില്ല, എന്തുകൊണ്ട് നെക്സോൺ എടുത്തു എന്നുള്ള കാര്യം. അപ്പോൾ അത് അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ ലൈഫ് ടൈം വാറണ്ടിയിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ റീസൺ. കാരണം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമുക്ക് ടാറ്റയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്, കർവ് EV, നെക്സോൺ EVയുടെ 45 kW മോഡലുകൾക്കെല്ലാം ഇപ്പോൾ ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുക്കുന്നത്. അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സിൽ ലൈഫ് ടൈം വാറണ്ടി. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ 15 വർഷത്തെ വാറണ്ടി നമുക്ക് ടാറ്റയിൽ നിന്ന് ഒഫീഷ്യലായിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നേരത്തെ എന്താണെന്ന് വെച്ചാൽ ഡീലർഷിപ്പിന് മാത്രമായിരുന്നു ആ ഒരു ഇൻഫർമേഷൻ വന്നുകൊണ്ടിരുന്നത്. പിന്നെ പല തേർഡ് പാർട്ടി വെബ്സൈറ്റുകളും പറയുന്നുണ്ടായിരുന്നു ഇതിന് ഫുൾ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വാറണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിപ്പോൾ ഒഫീഷ്യലായിട്ട് നമുക്ക് ടാറ്റയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടും. അതായത് 15 വർഷം ഇതിൽ നമുക്ക് വാറണ്ടി, ബാറ്ററിക്ക് വാറണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ഇതിനകത്ത് ഈ ഒരു ഇലക്ട്രിക് കാറിനെ സംബന്ധിച്ചോളം മെയിനായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് മോട്ടർ, ഒന്ന് ബാറ്ററി. അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്ററിയാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു കൺസേൺ. കാരണം ബാറ്ററി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് വണ്ടിയുടെ ഒരു 80 ആ ഒരു ഇതും റേറ്റ് വരുന്നത് ബാറ്ററിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ കൺസേൺ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററിക്ക് നമുക്കിപ്പോൾ 15 വർഷം വാറണ്ടി ആക്കിക്കൊണ്ട് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ടാറ്റയുടെ ആ ഒരു ലിങ്ക്, ആ വെബ്സൈറ്റിലെ ആ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചിൻ്റെ മാക്സിമം ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 35 kW ആണ്. അപ്പോൾ കൂടാതെ അത് സാധാ സിലിണ്ട്രിക്കലായിട്ടുള്ള ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ അതിന് ടാറ്റ കൊടുക്കുന്ന വാറണ്ടി എന്ന് വെച്ചാൽ 1,25,000 km ഓർ 8 years വാറണ്ടി. ഓക്കെ, അപ്പോൾ അതാണ് ആ വണ്ടിക്ക് നമുക്ക് പഞ്ചിൽ കിട്ടുന്നത്. പക്ഷേ പഞ്ചിൻ്റെ നമ്മുടെ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് റേറ്റ് വരുന്നത് ഏകദേശം 15 ലക്ഷം രൂപയാണ്. നമ്മൾ എത്രയൊക്കെ ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാലും എന്നോട് ഗോകുലം മോട്ടോഴ്സിൽ നിന്ന് പറഞ്ഞത് 14,80 ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷനിൽ തന്നെയും സൺറൂഫ് ഇല്ലാത്ത മോഡലാണ്. പക്ഷേ 360 ക്യാമറയും സീറ്റ് വെന്റിലേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. 14,80 വരുന്നത്. അപ്പോൾ ഞാൻ നമ്മളോട് ഈ ഡീലർഷിപ്പുകാർ പറയുകയും ഈ ന്യൂസിലൊക്കെ ഈ ലൈഫ് ടൈം വാറണ്ടിയുടെ, നെക്സോണിൽ ലൈഫ് ടൈം വാറണ്ടിയുടെ കാര്യം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി നെക്സോണിൻ്റെ ഫിയർലെസ് 45 kW ആ ഒരു മിഡിൽ റേഞ്ചിൽ വരുന്ന ആ വേരിയൻറ്റിന് വരുന്നത് 16,50. അതായത് 15 ലക്ഷവും ഒരു 1.5 ലക്ഷം രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സോൺ വലിയ വണ്ടി, SUV ടൈപ്പ് വണ്ടിയും കിട്ടുന്നുണ്ട്. നമുക്ക് 15 വർഷം ബാറ്ററിക്ക് വാറണ്ടിയും കിട്ടുന്നുണ്ട്. അതുകൂടാതെ അത് ബാറ്ററി വരുന്നത് പ്രിസ്മാറ്റിക് സെല്ലാണ്. അത് പുതിയ ടൈപ്പ് ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ അതിപ്പോൾ വരുന്ന നമ്മുടെ ഹാരിയറിലും കർവിലും ഒക്കെ വരുന്നത് ഈ സെയിം ഈ പ്രിസ്മാറ്റിക് സെല്ലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളപ്പോൾ അതിൽ തന്നെ പോകാനായിട്ട് കാരണം. പിന്നെ വണ്ടി ഓടിക്കാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. നമുക്ക് എക്കോ മോഡിൽ ഇടുകയാണെങ്കിൽ ചെറിയ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. കാല് കൊടുത്തു കഴിഞ്ഞാൽ കയറാനായിട്ട് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. പക്ഷേ സിറ്റി മോഡ് നമ്മൾ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സിറ്റി മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ സിറ്റി മോഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പെട്ടേന്ന് പറഞ്ഞ് കയറിപ്പോവും. നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. നല്ല ബ്രേക്കിങ്ങുമാണ് വരുന്നത്. ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി ബ്രേക്കിങ്ങാണ്. നമുക്ക് വണ്ടി കയ്യിൽ നിന്ന് പോകുന്ന പോലെ ഫീലോ ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. ഓക്കെ, പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ മ്യൂസിക് സിസ്റ്റം അത് കൺഫ്യൂഷനാണ് സാധനം. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വയർലെസ് ആൻഡ്രോയിഡ് പ്ലേ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണ് നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ അത് കണക്റ്റ് ആവും. നേരെ ഫസ്റ്റ് സ്ക്രീൻ വരുന്നത് മാപ്പിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ പാട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ പോയിട്ട് മ്യൂസിക് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കാറിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോളിലുള്ള നെക്സ്റ്റും പ്രീവിയസും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ ഓഫ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ബ്ലൂടൂത്ത് വഴി മാത്രം കാറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺട്രോളുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ നാട്ടിലൊക്കെയുള്ള ചെറിയ റോഡുകളാണല്ലോ. അപ്പോൾ ഈ ആൾക്കാരെല്ലാം കൂടെ ഈ ഏകദേശം റോഡിൻ്റെ
സൈഡ് ചേർന്നിട്ടല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ കുറച്ച് നടുക്കോട്ടൊക്കെ കയറിയിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് ഒച്ചയില്ലാത്തത് കൊണ്ട് ആൾക്കാരൊന്നും ഈ വണ്ടി പുറകിൽ നിന്ന് വരുന്നതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവർ മാറും, നമ്മൾ നേരത്തെയൊക്കെ ഈ പെട്രോൾ വണ്ടി ഓടിച്ചിരിക്കുന്നത് കൊണ്ട് ആൾക്കാർ മാറുമെന്നാണ് നമ്മളുടെ വിചാരം. പക്ഷേ ആൾക്കാർ മാറില്ല. അപ്പോൾ നമ്മൾ ഹോൺ അടിച്ച് ആൾക്കാരെ വെറുപ്പിച്ചിട്ട് വേണം വണ്ടി മാറ്റാനായിട്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളുടെ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വരുന്ന കിലോമീറ്ററിനെ നമുക്ക് ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഞാൻ എൻ്റെ വണ്ടി കയ്യിൽ കിട്ടിയിട്ട് 2 പ്രാവശ്യം ഞാൻ DC ഫാസ്റ്റ് ചാർജിങ് ആണ് ചെയ്തത്. അതിന് ശേഷമാണ് വീട്ടിലൊരു ഹോം ചാർജറിൽ നമ്മൾ സ്ലോ ചാർജ് ചെയ്ത് ഫുള്ളാക്കിയത്. അപ്പോൾ ഇതിപ്പോൾ 100%ലാണ് ഞാനിപ്പോൾ വണ്ടി എടുത്തത്. അപ്പോൾ 100%ൽ ഈ കമ്പനി ക്ലെയിം ചെയ്യുന്ന 489 അയലത്ത് പോലും നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. മീൻസ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ, കാരണം എനിക്കത് ഫുള്ളായിട്ട് ഓടിച്ച് ഞാൻ നോക്കിയിട്ടില്ല, ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണിക്കുന്നത് 300 കിലോമീറ്ററാണ്. ഓക്കെ, ആ 300 കിലോമീറ്റർ തന്നെ നമ്മൾ റീജൻ ലെവൽ 3ൽ ഒക്കെ ഇടുമ്പോഴേക്കൊക്കെയാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് സ്ലോ ചാർജ് ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് പോകെ ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഒരു കിലോമീറ്റർ കാണിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഒരുപാട് കാല് കൊടുത്തിട്ടല്ല വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പതുക്കെ ഇല്ലെങ്കിൽ മിക്കവാറും ഞാൻ എക്കണോമി മോഡിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടെ നല്ല റോഡുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എക്കണോമി മോഡിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്രയും കിലോമീറ്റർ കുറച്ച് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ 2 പ്രാവശ്യം വീട്ടിൽ സ്ലോ ചാർജർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ശരിയാവാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രിപ്പിൽ നമുക്ക് ഈ വണ്ടിക്ക് എത്ര കിലോമീറ്റർ എക്സാക്റ്റ് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.